തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. സർക്കാരിന്റെ അനാസ്ഥ മൂലം കിഴക്കൻ മേഖലയിൽ കൃഷിയിടങ്ങൾ ഉണങ്ങി നശിക്കുന്നു. കനാലുകളിലൂടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരിക്കെ യാതൊരു മുൻകരുതലുകളും നടപടികളും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് KC വേണുഗോപാൽ MP. സംസ്ഥാനത്ത് കർഷകർ നേരിടുന്ന ഗുരുതര പ്രതിസന്ധിയോടുള്ള സർക്കാരിന്റെ അനാസ്ഥയും അവഗണനയും അതിരുകടക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കർഷകരുടെ കണ്ണീരൊപ്പേണ്ട സർക്കാർ അവരെ വഴിയാധാരമാക്കി രാഷ്ട്രീയ അഹങ്കാരം കാട്ടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും കർഷകർക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിയിടങ്ങൾ ഉണങ്ങി നശിക്കുന്ന അതീവ ഗുരുതര സാഹചര്യമാണ് നിലവിലുള്ളത്. കനാലുകൾ ശുചീകരിക്കുന്നതിനിടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ജെയ്സ് ജോണിന് പരിക്കേറ്റത് അത്യന്തം ദുഃഖകരമായ സംഭവമായി മാറി. മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കർഷകരും ചേർന്ന് ശക്തമായ സമരങ്ങളുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര ഫയൽ 2 ആഴ്ചയ്ക്കുമേൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് കെട്ടിക്കിടന്നിട്ടും തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്തത് മുഖ്യമന്ത്രിയുടെ കർഷക വിരുദ്ധ സമീപനത്തിന്റെ തെളിവാണെന്നും KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. കനാലുകൾ ശുചീകരിക്കുന്നതിനിടെ പരിക്കേറ്റ ജെയ്സ് ജോണിനെ സന്ദർശിക്കാൻ വീട്ടിലെത്തിയതായിരുന്നു KC വേണുഗോപാൽ. കൃഷിക്കാരന് കൃഷി ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ജലം ലഭ്യമാക്കണം. ഇവിടെ കനാലുകൾ ശുദ്ധീകരിച്ച് ആ കനാലുകൾ കൃഷിക്ക് ഉപയുക്തമാക്കുന്ന രീതിയിൽ ജലവിതരണം നടത്തുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളും ഉണ്ടായിട്ടില്ല, ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പം കാർഷിക മേഖലയിൽ അവർ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഈ നാടിന് വേണ്ടിയിട്ടല്ലേ അവർ കൃഷി ചെയ്യുന്നത്. ആ കൃഷിക്കാരെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനില്ലെങ്കിൽ സർക്കാരിന് ആരോടാണ് ഉത്തരവാദിത്വം? അപ്പോൾ ഈ കഴിഞ്ഞ 10 കൊല്ലം എടുത്തു നോക്കിയാൽ കൃഷിക്ക് ഏറ്റവും കുറഞ്ഞ പരിഗണന കൊടുത്ത ഒരു സർക്കാരാണ് ഈ സർക്കാർ. ഇന്നലത്തെ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമഴയുണ്ട്. നടക്കുന്നതല്ല, എല്ലാം അടുത്ത ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. പക്ഷേ ആ വാഗ്ദാന പെരുമഴയിൽ പോലും കൃഷിക്ക് സ്ഥാനമില്ല. ഇതാണ് ഈ സർക്കാരിൻ്റെ കൃഷിയോടുള്ള സമീപനം. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. കാരണം കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാർ സമ്പൂർണ്ണമായ പരാജയമാണ്. കർഷക വിരുദ്ധ സർക്കാരാണ് ഈ സർക്കാർ എന്നുള്ളതിന് തെളിവാണ് ഇത്. ഇതിന് മാറ്റമുണ്ടായേ പറ്റൂ കേരളത്തിൽ. CMന്റെ ടേബിൾ ഫയലുണ്ട്. MLA അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടും ഒരു പരിഗണനയുമില്ല. ഇത് കൃഷിക്കാരോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് സർക്കാർ കാണുന്നത്. അങ്ങനെയാണോ കാണുന്നത്? കൃഷിക്കാരനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, അവൻ്റെ അധ്വാനത്തിൻ്റെ വേദനയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സർക്കാർ. ഈ കാര്യത്തിൽ നടപടി എടുക്കുന്നില്ലെങ്കിൽ നടപടി എടുപ്പിക്കാനുള്ള സർക്കാർ വരും. അത് മനസ്സിലാക്കിക്കൊള്ളണം അവർ. കനാലുകളിലൂടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടായിരിക്കെ യാതൊരുവിധ മുൻകരുതലുകളും നടപടികളും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. വർഷങ്ങളായി കനാലുകൾ ശുചീകരിക്കാതെയും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെയും കർഷകരെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.